നമ്മുടെ ഈ ഫിസിക്കലി ശാരീരികമായി നമ്മുടെ വളർച്ചയ്ക്ക് 2 ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന് പ്രാണവായു, മറ്റൊന്ന് ഭക്ഷണം. പ്രാണവായുവും ഭക്ഷണവും നമ്മുടെ ഈ ശാരീരികമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പോലെ ഒരു ദൈവപൈതലിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായ 2 ഘടകങ്ങളുണ്ട്. അതിൻ്റെ പ്രാണവായു എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. മറ്റൊന്ന് ദൈവവചന പഠനമാണ്, ആഹാരം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ട്, ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു വാക്കുണ്ട്. 23-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതാ ഇമ്പോർട്ടൻ്റ്? കഴിച്ചില്ലെങ്കിലും എന്തോ വേണം? അവൻ്റെ വായിലെ ഈ ഒരു താല്പര്യമാകണം നമുക്ക്. ഈ ഒരു താല്പര്യം നമുക്കുണ്ടാവുമ്പോഴേ ഇത് പഠിക്കാനുള്ള ഒരു ആർത്തി ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോഴും വചനം വായിക്കുന്നുണ്ടെ ആർത്തിയോടെയാണ് വായിക്കുന്നത്. ഇനി എന്തുണ്ട് വെളിപ്പെടാൻ, ഇനി എന്തുണ്ട് ഗ്രഹിക്കാൻ എന്നുള്ള ചിന്തയോടുകൂടെ അത് നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായി ഭവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വചനത്തോട് ബന്ധപ്പെട്ട ഒരു ചെറിയ പാട്ടും വചനത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയും എല്ലാ ബൈബിൾ സ്റ്റഡിയിലും അത് നമുക്കുണ്ടാവണം. ആരംഭമായിട്ട് പാട്ട് വചനത്തിൽ അടിസ്ഥിതമായിരിക്കും, വചനത്തെക്കുറിച്ചുള്ളതാണ്. ആദ്യം ഞാനൊന്ന് പാടാം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ഞാൻ രചിച്ചതല്ല. 1976 VBS പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടുന്ന് പഠിച്ചതാണ്. 76 പഠിച്ചതാണ്. അപ്പോൾ ഏകദേശം 50 കൊല്ലത്തിന് മുമ്പ് പഠിച്ചതാണ്. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ, ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. 2 ചരണങ്ങളും പിന്നെ പഠിക്കും. നമ്മുടെ പ്രാർത്ഥന 119-ാം സങ്കീർത്തനം. 119-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. 119-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം എല്ലാവരും കൂടെ ചേർന്ന് വായിക്കാം. അത് നമ്മുടെ പ്രാർത്ഥനയാണ്. ന്യായപ്രമാണത്തിലെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണേ. നമുക്ക് ചേർന്ന് വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പകൽക്കാലത്തിനായിട്ട് തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തിനായിട്ട് ഞങ്ങളിതാ തൃപ്പാദപീഠത്തിൽ അടുത്തു വരും. അവിടുത്തെ വചനത്തിൻ്റെ സത്യം, അതിൻ്റെ ഉള്ളടക്കം അതുള്ളതുപോലെ ഗ്രഹിപ്പാൻ ഞങ്ങൾക്കിട നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനം ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ധ്യാനം ഞങ്ങളുടെ ആത്മജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും പുതുക്കത്തിനും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പറയുന്നത് ആത്മനിറവിലായിരിക്കാനും അത് കേൾക്കുന്നത് ആത്മാവിൽ സ്വീകരിപ്പാനും ജീവിതവുമായി തട്ടിച്ചു നോക്കുവാനും തിരുവചനത്തിന് മുമ്പിൽ സമർപ്പിക്കുവാനും എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. മശിഹായുടെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ. ആമേൻ. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ ലോകത്തിലായിരുന്നപ്പോൾ കൊടുത്ത ഒരു പേരുണ്ട്, തിരുവെഴുത്ത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ, ദൈവത്തിൻ്റെ വചനത്തിന് കർത്താവ് കൊടുത്ത വിശേഷണമാണ് തിരുവെഴുത്തുകളെ. ഇത് തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ വചനം തിരുവെഴുത്തെന്ന് നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തിരുവെഴുത്തിനെ കുറിച്ചുള്ള പൗലോസിൻ്റെ കണ്ടെത്തൽ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. മതി, ഇത്രയേ ഉള്ളൂ. എല്ലാ തിരുവെഴുത്തും, കർത്താവ് ഈ വചനത്തിന് കൊടുത്ത പേരെന്താണ്? തിരുവെഴുത്ത്. ആ തിരുവെഴുത്ത് എങ്ങനെ ഉളവായി എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ കണ്ടെത്തലാണ് ഇപ്പോൾ വായിച്ചത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഗോഡ് ബ്രീത്ത്. അത് പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പത്രോസ് പറഞ്ഞിട്ടാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നോക്കിയാട്ട്, 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, പിന്നെ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രവചനം അത് തിരുവെഴുത്തിൻ്റെ ഭാഗമാണ്. തിരുവെഴുത്തൊന്നും മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടായതല്ല, പിന്നെ മനുഷ്യർ ആത്മനിയോഗത്താൽ എഴുതിയതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈവശം കിട്ടിയിരിക്കുന്ന ഈ 66 പുസ്തകങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എഴുത്തുകാരൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് ഈ തിരുവചനം എഴുതിയിരിക്കുന്നത്. ഏകദേശം 1600 വർഷത്തെ ചരിത്രം, വ്യത്യസ്ത സംസ്കാരത്തിലും വ്യത്യസ്ത വ്യക്തിത്വത്തിൻ്റെ ഉടമകളും വ്യത്യസ്ത വിശ്വാസ സംഹിത വെച്ച് പുലർത്തുന്നതുമായിരിക്കുന്ന ആളുകൾ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, 40-ലധികം ആളുകൾ വ്യത്യസ്ത ഇടങ്ങളിലും വ്യത്യസ്ത സംസ്കാരത്തിലും ഇരുന്നു കൊണ്ട് ആത്മപ്രചോദിതരായി രേഖപ്പെടുത്തിയതായിരിക്കുന്ന ഈ വചനം ആത്മപ്രചോദിതമായി രേഖപ്പെടുത്തിയതാണെന്ന് അത് ഒരേ സ്ട്രെച്ചിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം അതിലുടനീളം തെളിഞ്ഞു നിൽക്കുന്നത് ഒറ്റ ആശയമാണ്, യേശു ക്രിസ്തു. വേദപുസ്തകത്തിലെ കോമൺ ആയിരിക്കുന്ന വിഷയം എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. 2 വാക്കിൽ പറഞ്ഞാൽ എന്തു പറയും? കൃപയും സത്യവും. 2 വാക്കിൽ പറഞ്ഞാൽ കൃപയും സത്യവും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാണ് ഈ പ്രസംഗത്തിലെ, ഈ തിരുവചനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ബൈബിൾ, സ്ക്രോൾ, ചുരുൾ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. ബിബ്ലിയ, ദ ബുക്ക്,
പുസ്തകം എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കും. നമ്മളിതെന്തിനാണ് പഠിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് എന്തിനാണ്? പല ആളുകളും വചനം വായിക്കുമ്പോൾ, വചനം പഠിക്കാൻ വരുമ്പോൾ നമുക്കിതൊരു ഇൻഫർമേഷനാണ്. പലപ്പോഴും ഒരു 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 അറിവിന് വേണ്ടി ഇത് വായിക്കുന്നുള്ളതല്ല. അങ്ങനെ ആയിരിക്കാം വായിച്ചു തുടങ്ങുന്നത്. ആ അറിവിന് വേണ്ടിയുള്ള നമ്മുടെ വായന നമ്മുടെ ട്രാൻസ്ഫോർമേഷനായിട്ട് രൂപാന്തരപ്പെടണം, മാറണം. നോട്ട് ഫോർ ഇൻഫർമേഷൻ ബട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ പഠനത്തിൻ്റെ അവസാനം ഭവിക്കേണ്ടത് ഈ പഠിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമായി താദാത്മ്യം ചെയ്തപ്പോൾ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ആളത്വ വികാസം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ പഠനം കൊണ്ട് അർത്ഥമില്ല. അപ്പോൾ ഈ പഠനം നടത്തേണ്ടത് എവിടേക്കാണ്? ഒരു ആളത്വ രൂപാന്തരത്തിലേക്ക് നയിക്കണം. ദാനിയേലിനെ കുറിച്ച് ദാനിയേലിൻ്റെ സ്റ്റഡിയിൽ ഉദ്ദേശിക്കുന്നതാണ്. എ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യനാണ്. അദ്ദേഹത്തെ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത് നോട്ട് ഫോർ ഇൻഫർമേഷൻ ബട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പം നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ലെറ്റ് ഇറ്റ് ബി എ ട്രാൻസ്ഫോർമേഷൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഇതൊരു രൂപാന്തരത്തിന് മുഖാന്തരമായി തീരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം. നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഞാനതിൻ്റെ ആമുഖമാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. അത് പറഞ്ഞിട്ട് വേണം വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരുമിച്ചാണ്. എനിക്ക് സംശയമുള്ള ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് മറുപടി പറഞ്ഞ് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. 66 പുസ്തകങ്ങളടങ്ങിയ, പലർക്കും അറിയാം, പക്ഷെ അറിയില്ലാത്ത ആളുകൾക്ക് ഒന്നുകൂടെ ഗ്രഹിക്കാൻ വേണ്ടി അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. 66 പുസ്തകങ്ങളടങ്ങിയ ദ ബുക്ക്, സത്യവേദ പുസ്തകം. പഴയ നിയമത്തിൽ 39 പുതിയ നിയമത്തിൽ 27 ബുക്കുകളും അടങ്ങിയ 66 പുസ്തകങ്ങൾ. അതിൻ്റെ ആ ക്രമീകരണം അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ അനുസരിച്ച്, അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാം. ആ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുള്ളതിൻ്റെ വിഭജനം: 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ, പെന്ററ്റുക്ക്, 5 പുസ്തകങ്ങൾ പെന്ററ്റുക്ക്. അടുത്തത് ചരിത്ര പുസ്തകമാണ്, 12 ബുക്കുകൾ. അടുത്തത് 5 പുസ്തകങ്ങൾ പോയട്രിയാണ്, കാവ്യാത്മകമായിരിക്കുന്ന പുസ്തകങ്ങളാണ്. പിന്നെ 12 ചെറിയ പ്രവാചകന്മാരും 5 വലിയ പ്രവാചകന്മാർ. അതിൽ 5 വലിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് ദാനിയേൽ. ആ ദാനിയേലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം 39 പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമത്തിൻ്റെ വിഭജനം അങ്ങനെ. പുതിയ നിയമത്തിൽ എത്ര ബുക്കാണ്? 27 പുസ്തകമാണ്. എങ്ങനെയാണ് അതിൻ്റെ വിഭജനം? ആദ്യത്തെ 4 പുസ്തകങ്ങൾ ബയോഗ്രഫിയാണ്, ജീവചരിത്രമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച്. പിന്നെ വരുന്നത് ഹിസ്റ്റോറിക്കലായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, അതേതാണ്? അപ്പസ്തോല പ്രവൃത്തികൾ. അടുത്തത് പോളൈൻ എപ്പിസിൽസ്, പൗലോസിൻ്റെ ലേഖനങ്ങൾ. എത്ര എണ്ണമാണ്? എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ. എബ്രായ ലേഖനത്തെക്കുറിച്ച് ഇപ്പോൾ വിവാദമൊക്കെ ഉണ്ട്, എന്നാലും 14 ലേഖനങ്ങൾ. ജനറൽ എപ്പിസിൽസ് എത്രയാണ്? 7. ഒരു പ്രവചന പുസ്തകമുണ്ട് പുതിയ നിയമത്തിൽ, അതേതാണ്? വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് ഈ പുസ്തകങ്ങളുടെ വിഭജനം. നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ വിശുദ്ധ വേദപുസ്തകം ലഭിക്കുന്നതിന് മുൻപേ ഈ വേദപുസ്തക രൂപീകരണത്തിൻ്റെ ലഭ്യതയുടെയൊക്കെ ഒരു 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 ഓട്ടപ്രദക്ഷിണം നടത്തുന്നത് നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. ഞാൻ എന്നെക്കുറിച്ചൊരു ചെറിയ അന്വേഷണം നടത്തി. അപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ച, എന്നെ മനസ്സിലാക്കി തന്ന ചിലത് മാത്രമേ ഞാൻ കുറിച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ വിഭജനത്തിലേക്ക് പ്രവേശിക്കാം. ഈ അവൈലബിൾ ആയിരിക്കുന്ന ഏൻഷ്യൻ കോപ്പീസ് ചിലത് മാത്രമേ ഞാൻ പറയുന്നു. 4-ാമത്തെ നൂറ്റാണ്ടിൽ ലഭിച്ചത് കോഡസ് സിനാറ്റിക്കസ്, അത് റഷ്യയുടെ കൈവശമായിരുന്നത് ഇപ്പോൾ ബ്രിട്ടൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തത് കോഡസ് അലക്സാണ്ട്രിയസ് 5-ാമത്തെ നൂറ്റാണ്ടിൽ
രചിച്ചതായിരിക്കുന്ന പുസ്തകം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ്. അടുത്തത് കോഡെക്സ് വത്തിക്കാനസ്, അത് 4-ാം നൂറ്റാണ്ടിൽ രചിച്ചതാണ്. ഇത് വത്തിക്കാൻ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. സെപ്റ്റജിന്റ് അലക്സാൻഡ്രിയയിലെ ടോളമിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം പണ്ഡിതരെ ഇരുത്തി അരമനയിലെ ചെലവിൽ 285 BC പഴയ നിയമത്തിൽ നിന്ന് ഇബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണ് സെപ്റ്റജിന്റ് എന്ന് അറിയപ്പെടുന്നത്. അത് 285 BC. പിന്നെ പെഷിറ്റോ സിറിയക്, അത് സിറിയൻ ഭാഷയിലേക്ക് ഭാഗികമായി പരിവർത്തനം ചെയ്ത, ഡേറ്റിനെ കുറിച്ച് നിശ്ചയമില്ല. അടുത്തത് വൾഗൈറ്റ് ട്രാൻസ്ലേഷനാണ്, 400 AD സംഭവിച്ചതാണ്. അതായത് പഴയ നിയമത്തിൻ്റെ ലാറ്റിൻ വേർഷനാണ്. അത് ജെറോം ബൈബിൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ജെറോമാണത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തിരുവചനം ഏകദേശം 1560 നമുക്ക് ലഭിച്ചതായിരിക്കുന്ന വേദപുസ്തകത്തിലെ എഴുത്തുകളെ വാക്യങ്ങളായി തരംതിരിച്ചു. 1560. 1250 സ്റ്റീഫൻ ലോങ്ടൺ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് അധ്യായങ്ങളായിട്ട് തിരിച്ചു. 1550 പിന്നെയും ഈ ഇത് വാക്യങ്ങളായിട്ട് നമ്പർ കൊടുത്ത് തിരിച്ചു. റോബർട്ട് സ്റ്റീഫൻസണും നേതൻ എന്ന് പറയുന്ന 2 വ്യക്തികൾ അതിന് മുൻകൈ എടുത്ത് ഇത് ഇന്ന് കാണുന്ന തരത്തിലുള്ള വാക്യങ്ങളായിട്ട് തരംതിരിച്ചു. നമ്മുടെ കൈവശം കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അച്ചടിച്ച് കിട്ടിയത് എവിടെ നിന്നാണ്? കോട്ടയത്തു നിന്നാണ്. മർത്തമാക്കാർക്ക് അതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. വിദേശത്തുനിന്ന് വന്നതായിരിക്കുന്ന മിഷണറിമാർ അവരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി കല്ലിൽ തീർത്ത് അച്ചിലടിച്ച് പിന്നീടത് രൂപാന്തരപ്പെട്ടു വന്ന് നമുക്ക് ഇന്നത്തെ തലത്തിലുള്ള വിശുദ്ധ വേദപുസ്തകം ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇംഗ്ലീഷ് അതിൻ്റെ പ്രിൻറ്റിങ്ങൊക്കെ അതിനൂടെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചാണ് പ്രവേശിക്കുന്നത്. ദാനിയേൽ പ്രവചനം 2 ഭാഗങ്ങളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 6 പുസ്തകങ്ങൾ ദാനിയേലിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകമാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പ്രവചനമാണ്. ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് ദാനിയേലിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം വരെ ഉള്ളത് ഓരോ അധ്യായം വെച്ച് പഠിച്ചാൽ ഓരോ അധ്യായത്തിലും ഓരോ ടോപ്പിക്കുണ്ട്. ഇതേക്കുറിച്ച് വെച്ച് നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോഴാണ് കേൾക്കുമ്പോൾ അങ്ങ് മറന്നുപോകും. 6 അധ്യായങ്ങളിൽ 6 ടോപ്പിക്കുണ്ട്. ഒന്നാമത്തത് ആബ്സ്റ്റിനൻസ് വിൻസ്, അതായത് ജയിക്കുന്നത് എന്താണ്? ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ വർജനമാണ് വിജയം. ഒന്നാമത്തെ അധ്യായത്തിൽ 1-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത് ഡിവൈൻ വിസ്ഡം വിൻസ്, ദിവ്യജ്ഞാനമാണ് ജയിക്കുന്നത്. വർജനമാണ് 1-ാമത്തെ അധ്യായം. 2 ദിവ്യമായ അറിവ്, ദൈവത്തോടൊത്ത് ജീവിക്കുന്ന മനുഷ്യൻ ലഭിക്കുന്ന അറിവ്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 47 വരെയുള്ള വാക്യം. 3 ലോയൽറ്റി ടു ഗോഡ് വിൻസ്. നമ്മളൊക്കെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെയാണ് ജയിക്കുന്നത്? ആബ്സ്റ്റിനൻസ് വിൻസ്, വർജനം. ചിലത് ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കാൻ, ചിലത് നേടണമെങ്കിൽ, ജയിക്കണമെങ്കിൽ ചിലത് വേണ്ടെന്ന് വെക്കാൻ കഴിയണം. അതാണ് 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാം.
നാലാമത് ഗോഡ് വിൻസ്, ദൈവമാണ് ജയിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വിഷയം തന്നെ, ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട തീം തന്നെ ഹെവൻ റെയിൻസ്, സ്വർഗം വാഴുന്നു എന്നാണ്. സ്വർഗം വാഴുന്നു, ഹെവൻ റെയിൻസ്. 4-ാം അധ്യായത്തിൽ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രഹിക്കാം. 5, റെവറൻസ് വിൻസ്. 5-ാം അധ്യായത്തിൽ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ദാര്യാവേശിന്റെ കാര്യമാണ്. ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള വിധേയത്വവും മാത്രമേ ജയിക്കൂ, മറ്റതൊക്കെ തകരും. അത് നമ്മെ പഠിപ്പിക്കുന്ന 5-ാം അധ്യായം. 6-ാമത്തെ അധ്യായം പ്രൊവിഡൻസ് വിൻസ്. പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ ദിവ്യമായ കരുതൽ. അതാണ് 6-ാമത്തെ അധ്യായത്തിൽ സിംഹക്കൂട്ടിലൊക്കെ ദാനിയേലിനെ ഇടുന്ന ചരിത്രം. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പ്രോഫറ്റിക്കലാണ്. അത് മനസ്സിരുത്തി ശാന്തമായി പഠിക്കേണ്ടതാണ്. പ്രസംഗമാകുമ്പോൾ നമ്മൾ കേട്ടിരുന്നാൽ മതി, പക്ഷേ ക്ലാസ് ആകുമ്പോൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ ശ്രദ്ധ പതറുന്നത് കാണുമ്പോൾ ഞാൻ പ്രസംഗം അങ്ങ് നിർത്തും. ആലോചിച്ച് ശ്രദ്ധിച്ച് എൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിച്ചു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പരിചയമുള്ളവരാണ്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ അമ്മക്കുട്ടി മാമയുടെ എന്തോ ചോദിക്കാനാ എന്ന് തോന്നും എനിക്ക്. പക്ഷേ ചോദിക്കും, പറഞ്ഞേ പറ്റൂ അല്ലേ? അപ്പോൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇപ്പോൾ ചോദിക്കരുത്, നാളെ. പിന്നെ എന്നെ സഹായിക്കാൻ നമ്മുടെ ആനിച്ചെറിയ എന്നെക്കാട്ടി മുമ്പേ വേദോസ്തം പഠിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹവും കൂടെ എന്നെ സഹായിക്കും. പിന്നെ ഡൗട്ട് വരുന്ന പറഞ്ഞാൽ ഞാനിവിടെ നിന്നിട്ട് അച്ഛന്മാരെ കൊണ്ട് മറുപടി പറയും. കാരണം അച്ഛന്മാരെ എന്നെക്കാട്ടിൽ അതിന് അർഹതയുള്ള ആളുകൾ. അതുകൊണ്ട് അച്ഛന്മാർ മറുപടി തരും. നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്, ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിക്കുകയാണ്. ഇതെന്തിനാണ് സാധിക്കേണ്ടത്? ഇതെന്താണ് ഇതുകൊണ്ട് ഉരുത്തിരിയേണ്ടത്? ഇതിലൂടെ ദൈവത്തെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ ദാനിയേലിന് അങ്ങനെയാകുമെങ്കിൽ, അടുത്ത ചോദ്യം അത് ഫില്ലപ്പ് ചെയ്തേ. ദൈവ ചരിത്രത്തിൽ ജീവിച്ച ദാനിയേലിന് തൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്താനാകുമെങ്കിൽ ബാക്കി പറ. എനിക്ക്, നമുക്കൊന്നും വേണ്ട, ജനറലൈസ് ചെയ്യണ്ട. ജനറലൈസ് ചെയ്ത കാര്യമല്ല. എനിക്കും ആവണം. ഇതിലൂടെ സാധിക്കുന്ന അതാണ്. ദൈവത്തെ വെളിപ്പെടുത്തിയ ദാനിയേൽ തൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ, ചെറിയൊരായുസ്സിലൂടെ, താൻ ജീവിച്ച കാലത്ത് തൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ താൻ ജീവിക്കുന്ന ലോകത്തിന് സംഭാവന ചെയ്തു. ചരിത്രാതീത കാലത്ത് ജീവിക്കത്തക്ക തരത്തിൽ താൻ സ്നേഹിക്കുകയും തന്നെ അറിയുകയും ചെയ്യുന്ന ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഒരു ചോദ്യം അവശേഷിക്കുന്നു. എൻ്റെ ഇത്ര നാളത്തെ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് ഏതറ്റം വരെ ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തെ എൻ്റെ കൊച്ചു ചുറ്റുപാടിൽ വെളിപ്പെടുത്താൻ ആയിട്ടുണ്ട്? ആയിട്ടുണ്ട്. ഞാൻ എന്നെ കൂടെ ചേർത്താണ് പറയുന്നത്. ഒരിക്കലും ഞാനിത് പറയുന്നതുകൊണ്ട് ഞാൻ 100% പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്തയോടുകൂടി അല്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യൻ, വ്യത്യസ്തനൊന്നുമല്ല. പിന്നെ എന്നെ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, ഉപദേശിയായിരിക്കാനുള്ള നിയോഗം ലഭിച്ചു. അങ്ങനെ ആ നിയോഗം അനുസരിച്ച് ഇത്രത്തോളവും പ്രവർത്തിച്ചു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നിങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും വ്യത്യസ്തനൊന്നുമല്ല. നിങ്ങളെപ്പോലൊരു മനുഷ്യൻ, സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ. 12 കിലോമീറ്റർ അപ്പുറയാണ് എൻ്റെ ജന്മനാട്. അപ്പോൾ എൻ്റെ അപ്പനെയും ഒക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി അന്വേഷണം നടത്താം, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളെ ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ വിശദീകരണം, ഒരു വിഭജനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ വചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞു കേട്ടാൽ. ഇത്രയും നാൾ വായിച്ചാണല്ലോ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ടൊന്ന് പറയാം. വചനം എന്താണ്? വചനം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തറയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതാണ്. അടുത്തത്
നമ്മൾ പാടിയ പാട്ടിനകത്ത് എന്താ പറഞ്ഞു? തേനിലും തേൻകട്ടയിലും മാധുര്യമാണ്. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. പാദങ്ങൾക്ക് ദീപവും പാതയ്ക്ക് വെളിച്ചവും ദൈവത്തിൻ്റെ വചനം. നാളെ ബാക്കി ചരണം പഠിക്കാം, അടുത്ത പ്രാവശ്യം 3 ചരണം നമുക്ക് പാടണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള വിചാരം. മായമില്ല പാലാകും ദൈവത്തിൻ്റെ വചനം, നിത്യം ഞാൻ കുടിച്ചിടും എന്നൊക്കെയുള്ള 3 ചരണങ്ങളേ ഉള്ളൂ. അത് പാട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനും ചൈതന്യവും, പിന്നെ അത് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. പിന്നെ യെശയ്യാപ്രവചനത്തിൽ യെശയ്യാപ്രവാചകൻ പറയുന്നതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ വചനത്തെ യെശയ്യാ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണം ആർക്ക് പറയാം? യഹോവയുടെ പുസ്തകം. യഹോവയുടെ പുസ്തകം യെശയ്യാപ്രവചനത്തിൽ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വാളിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇത് വിത്താണ്. യേശു പറഞ്ഞു ഇത് വിത്താണ്. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, യെശയ്യാ 40-ന്റെ 8-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും, ആകാശം പോയി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറഞ്ഞില്ല. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ അതാണ് വരുന്നത്. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. തീ പോലെയും അത് ചുറ്റിക പോലെയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പം വാളാണ്, അത് തീയാണ്, അത് ചുറ്റികയാണ്. ഇങ്ങനെ ബഹുവിധ വിശദീകരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാനായാലും അച്ഛനായാലും ആരായാലും ഈ വചനം ഉപയോഗിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ ഇതെന്തായിത്തീരും? വാളാകും, ചുറ്റികയാകും, തീയാകും. അപ്പം പ്രസംഗിക്കുന്ന ആളിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ കുത്തുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് ഞാൻ ചെയ്താൽ തിരിച്ചിങ്ങോട്ട് കിട്ടും. അതാണ് ഇരുവായ്ത്തലയുള്ള ആൾ. ഒരു കാരണവശാലും ആയുസ്സിൽ ഇതുവരെ പർപ്പസിവ്ലി ഒരു മനുഷ്യനെ പോലും ടോണ്ട് ചെയ്യത്തക്ക തരത്തിൽ ഈ വചനം ഘോഷിപ്പാൻ ദൈവം എന്നെ അനുവദിച്ചു. എന്നെ പാഠം പഠിപ്പിച്ചാണ് ദൈവത്തിൻ്റെ കാര്യം. ആരംഭകാലത്തൊക്കെ ഒത്തിരി ഫലിതങ്ങളും ഒക്കെ ഞാൻ പറയുമായിരുന്നു. അതൊക്കെ എന്നെ പഠിപ്പിച്ചു. അത് പഠിപ്പിച്ച നമ്മുടെ അച്ഛൻ്റെ കൊച്ചമ്മയാണ്, തോമസ് ദാനിയേൽ വെച്ച്. ആ അച്ഛൻ്റെ കൊച്ചമ്മ ലാലി കൊച്ചമ്മ വാളക്കുടിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ 5 ദിവസത്തെ കൺവെൻഷൻ ഞാൻ തന്നെയാണ്. പണ്ടൊക്കെ അങ്ങനെ 3-4 ഇവിടെ ഞാൻ 3 ദിവസം പ്രസംഗിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട്? 3 ദിവസം പ്രസംഗിച്ചിട്ട് 5 ദിവസമൊക്കെ നമ്മളെ വിളിച്ചാൽ പ്രസംഗിപ്പിക്കുന്നു. 3-ാമത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ കൊച്ചമ്മ അവിടെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാത്തിരിക്കുക, വഴക്ക് പറയാം. ഇന്ന് എന്തായിരുന്നു ആദ്യത്തെ ചോദ്യമാണ്. ഇനി ഞാൻ യെരമ്യാപ്രവചനം പ്രസംഗിച്ചേ. പക്ഷേ ഇന്ന് ആവശ്യത്തിലധികമായിരിക്കുന്ന ഫലിതം പറഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ശ്രദ്ധയെ തിരിച്ച് ദൈവകൃപ നഷ്ടപ്പെടുന്നത് പോലായിരുന്നു ഇന്നത്തെ പ്രസംഗം. നമ്മുടെ സോഫി കൊച്ചമ്മയ്ക്കും അങ്ങനെ പറയാം കേട്ടോ, വിരോധമൊന്നുമില്ല. പേഴ്സണലി പറയാം. അന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് സാധാരണ പലതും നല്ലപോലെ പറയാമായിരുന്നു. അന്ന് അതിന് തിരശ്ശീലയിട്ടതാണ്, അന്ന് കറക്റ്റ് ചെയ്തതാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി പാഠം എന്നെ പഠിപ്പിച്ചു. എൻ്റെ ആത്മജീവിതത്തിൽ ഒത്തിരി എനിക്ക് ബലം തന്നു, എനിക്ക് വലിയ ഊർജം നൽകി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഇത്രയും നേരം ഇതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യം. 1-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. യഹൂദ രാജാവായ
യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെ ദൈവത്തിൻ്റെ ആലയത്തിലുള്ള പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാര ഗൃഹത്തിൽ വെച്ചു. എവിടെ നിന്ന് എവിടേക്ക് എന്തു കൊണ്ടുപോയി അത് വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുക. എന്തുകൊണ്ടുപോയി? ദൈവാലയത്തിലെ ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പൊൻവെള്ളിപ്പാത്രങ്ങളെ ഒരു ജാതീയ രാജാവ് വന്ന് എടുത്ത് അവൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ഈ ഇങ്ങനെ സംഭവിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ബാബേൽ പ്രവാസത്തെക്കുറിച്ച് യെരമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം നേരത്തെ അരുളി ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കാം. യെരമ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് പോയാട്ടെ. യെരമ്യാ പ്രവചനം എടുത്താട്ട് 26-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ 25 ഈ ദേശമൊക്കെ 11-ാം വാക്യം, ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ എത്ര സംവത്സരം? 70 സംവത്സരം സേവിക്കും. ബാബേൽ പ്രവാസം എത്ര വർഷം? 70 സംവത്സരമാണ്. 70 സംവത്സരം ബാബേൽ രാജാവിനെ ദൈവത്തിൻ്റെ ജനം സേവിക്കുമെന്ന് ഇത് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ കാലവും ദാനിയേൽ ജീവിച്ച പ്രവാസകാലവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 200 വർഷത്തെ വ്യത്യാസമുണ്ട്. 200 വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ഈ നെബൂഖദ്നേസർ ജനിക്കുന്നതിന് മുമ്പ് നെബൂഖദ്നേസറിന്റെ പേര് വരെ പറഞ്ഞിട്ടുണ്ട് ഈ തിരുവചനത്തിൽ. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ നിസ്തുലത കണ്ടോ? ഇത് നേരത്തെ സംഭവിക്കുമെന്ന് ആർക്ക് വെളിപ്പെടുത്തി? പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി. നിങ്ങളൊരു വാക്യം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കണം. ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഈ ലോക ചരിത്രത്തിൽ ചെയ്യുമെങ്കിൽ തൻ്റെ ദാസന്മാരോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അങ്ങനൊരു വാക്യമുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഇതെടുത്താട്ടെ. സംഖ്യാപുസ്തകം 12-ാം അധ്യായം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ ഒരു പ്രവാചകനായിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലതും ചെയ്യുന്നതിന് മുമ്പ് അവനോട് ദൈവം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും അറിയിച്ചിരിക്കും. പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുത്തു. താൻ ജീവിച്ച കാലഘട്ടത്തിന് 200 വർഷങ്ങൾക്കപ്പുറത്ത് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്ന അടിമത്തത്തെക്കുറിച്ച് പ്രവാചകനെ കൊണ്ട് നേരത്തെ പറയിച്ചു. അത് ഇത്ര വർഷമായിരിക്കും എന്നും പറയിച്ചു. അതാണ് വേദപുസ്തകത്തിന്റെ നിസ്തുലത. ഈ ജാതി എത്ര വർഷം? 70 വർഷം ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരും. അവരുടെ ആലയം നശിക്കപ്പെടും, ശൂന്യമായി തീരും. അത് ചരിത്രത്തിൽ സംഭവിച്ചു. ആ സംഭവിച്ച ചരിത്രകാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ദാനിയേൽ പ്രവാചകൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്? ദൈവത്തിൻ്റെ ജനം പ്രവാസത്തിൽ പോകാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ജനം തോൽക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് തോൽക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഇവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു? ഇരിക്കുന്ന കാലഘട്ടത്തിന് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്, ചരിത്രത്തിൽ സംഭവിക്കുന്നത്. നൂറ്റാണ്ടിലാണിത്
ഈ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നത് ആറാം നൂറ്റാണ്ട്. ഇത് സംഭവിക്കുന്ന എന്നാണ് 200 വർഷത്തിന് കഴിഞ്ഞിട്ടാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവൻ 6-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ബാബിലോണിയ പ്രവാസത്തിലെ കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൈവമക്കളുടെ ഒരു കാര്യം അറിയണം. ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന നാം, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നാം, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് യേശു കർത്താവിനെ പിൻഗമിപ്പാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. നമുക്കൊരു ജീവിക്കാനൊരു പാറ്റേൺ ദൈവം തന്നിട്ടുണ്ട്, ഒരു ഗൈഡ് ലൈൻ ദൈവം തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നാം ഈ ലോകത്തിൽ ജീവിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇതിന് റിവേഴ്സ് ഉണ്ടാകും. തിരികെ പാപത്തിൻ്റെ ശക്തി നമ്മെ സ്വാധീനിക്കും. ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് തരാമോ? ഒരു ചെറിയ സൂചന. പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് പൗലോസ് അപ്പോസ്തലന് ഒരു സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അവരെ വിളിക്കുന്നത് എന്താണ്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കരുത്. നിങ്ങൾ ഇത്ര വേഗത്തിൽ തെറ്റിപ്പോയോ? അപ്പോൾ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച് ആത്മനിറവ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നെന്ന് അഭിമാനിച്ചാലും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? പരാജയം സംഭവിക്കാനും സാത്താൻ്റെ ആക്രമണത്തിന് വിധേയപ്പെടാനും സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പാടില്ല. ഒരു വിശുദ്ധനും മരണം വരെ പൂർണ്ണമായി പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മുക്തനല്ല, ടെംപ്റ്റേഷൻ മുക്തനല്ല. മരണം കൊണ്ട് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ കരുതലോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. പുതിയ നിയമവും പഴയ നിയമവും കൂടെ തട്ടിച്ച് പഠിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം അനുവദിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ശരിക്കും പരിശോധിച്ചാൽ ഇത് മുഴുവനായ സമഗ്രമായ പഠനം ഉണ്ടെങ്കിലേ ഇത് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് ഈ കനാൻ നാട്ടിലേക്കുള്ള യാത്രാ മധ്യത്തിൽ അവരനുഭവിച്ചതായിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. നിങ്ങളിന്ന് വായിച്ച സന്ദർഭത്തിൽ അതെല്ലാം നമ്മൾ കേട്ടതാണ്. സങ്കീർത്തനത്തിൽ അതെല്ലാം വ്യക്തമായി പറഞ്ഞതാണ്. അതെല്ലാം അനുഭവിച്ചിട്ടും അവർ എന്ത് ചെയ്തു? ദൈവത്തെ മറന്നുപോയി. ഇറച്ചി അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? അവർ പിറുപിറുത്തുപോയി. മന്ന ഞങ്ങൾക്ക് ഏതുമില്ലെന്ന് അവർ പറഞ്ഞു. ഭക്ഷണമില്ലാത്തടത്ത് തേൻ ചേർത്ത ദോശയ്ക്ക് സമമായിട്ട് കൊടുത്തതാണ്. ഈ അല്പമില്ലാത്ത ഈ ആഹാരം ഞങ്ങൾക്ക് വെറുപ്പെന്ന് പറഞ്ഞവര് ആര്? ഇസ്രായേൽ ജനം. മിസ്രയീം വിട്ടവർ, ചെങ്കടൽ കടന്നവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വെറുപ്പാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ദൈവത്തെ നിഷേധിക്കാനും നിന്ദിക്കാനും എപ്പോഴും സാധ്യതയാണ്. അത് നമ്മളാരും മറന്നു കളയരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ പഠനത്തിലൂടെ ഇങ്ങനെ ഒരു പഠനത്തിലേക്ക് ദാനിയേലിൻ്റെ കാലത്ത് തന്നെ ദൈവത്തിൻ്റെ ജനത്തിന് പോകേണ്ടി വന്നത് അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം ബാൽ വിഗ്രഹങ്ങൾക്കും മറ്റന്യ ദൈവങ്ങളെയും അവർ സേവിക്കാനായിട്ട് ആഗ്രഹിച്ചു. ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു അന്യ ദൈവങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചു. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് പ്രവാചകന്മാരെ വിളിച്ച് പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹോശേയ പ്രവാചകൻ മുഖാന്തരം വളരെ ശക്തമായ ഭാഷയിലാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ വ്യഭിചാരം ചെയ്തെന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നന്യപ്പെട്ട അന്യദൈവങ്ങളുടെ പുറകെ പോയി. ദൈവത്തിന് ഒരിക്കലും അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
ഇനി നമുക്ക് വായിച്ചതായിരിക്കുന്ന ടെക്സ്റ്റിലേക്ക് മടങ്ങി വരാം. ഈ ഒന്നാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളല്ലേ? എവിടെ എത്തിയെന്നാണ് വായിച്ചത്? അവർ ഇല്ല, ഒന്നുകൂടെ വായിക്കണം. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ആലയത്തിലെ പാത്രങ്ങളെയും ചെതിനെയും അവൻ്റെ കയ്യിലേൽപ്പിച്ചു. അവൻ അവയെ എവിടെ കൊണ്ടുപോയി? സിനാർ ദേശത്തേക്ക് കൊണ്ടുപോയി. ബാബേൽ എന്നുള്ള വാക്കില്ല, പിന്നെ സിനാർ ദേശം. പഴയ നിയമത്തിൽ ബാബേലിന് കൊടുത്തിരുന്ന പേരാണ് സിനാർ ദേശം. ഇത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. മതി. അവിടെ ഉപയോഗിച്ച വാക്കെന്താണ്? മെസൊപ്പൊട്ടോമിയ. ഈ സിനാറിൻ്റെ മറ്റൊരു പേരാണ്. അല്ലെങ്കിൽ ബാബേലിൻ്റെ ബാബിലോൺ, ബാബിലോണ്യ എന്നീ പേരുകൾ അറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ മറ്റൊരു പേരാണ് മെസൊപ്പൊട്ടോമിയ. ഈ മെസൊപ്പൊട്ടോമിയയിൽ ആര് താമസിച്ചെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം, അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ സ്തേഫാനോസിന് പ്രസംഗം ചെയ്തു. ഒറ്റ പ്രസംഗം അദ്ദേഹം ചെയ്തു. ഞാനൊക്കെ ഈ 19 കൊല്ലമായിട്ട് എന്തുമാത്രം പ്രസംഗം ചെയ്തു. സ്തേഫാനോസ് ഒറ്റ പ്രസംഗം ചെയ്തുള്ള ചരിത്രപരമായിരിക്കുന്ന ഒരു പ്രസംഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കുന്നതിന് മുൻപ് അവൻ എവിടായിരുന്നു? മെസൊപ്പൊത്തോമിയയിലായിരിക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. ഹാരാനിൽ പാർക്കുന്നതിന് മുമ്പ് എവിടെ പോയി താമസിച്ചു? മെസൊപ്പൊത്തോമിയയിൽ താമസിച്ചു. അപ്പോൾ സിനാർ ദേശം എങ്ങനെയാണ്, എന്താണ് ഇത്, ബാബേൽ എങ്ങനെയായത് എന്നതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ് ഈ മെസൊപ്പൊട്ടോമിയ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പദം മെസ്സോ, അതിൻ്റെ അർത്ഥം ഇടയ്ക്കുള്ള സ്ഥലം. മെസ്സോ എന്നാൽ അതിൻ്റെ അർത്ഥം ഇടയ്ക്കുള്ള സ്ഥലം. പൊട്ടേമിയ അത് പ്ലൂറൽ വേർഡാണ്. പൊട്ടാമോസ് ഏകവചനം. പൊട്ടേമിയ എന്ന പദത്തിൻ്റെ അർത്ഥം നദികൾ അല്ല, നദികൾ, റിവേഴ്സ്, നദികൾ. അപ്പോൾ ഈ സിനാർ ദേശം എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ആ പദം അത് വ്യാഖ്യാനിച്ചാൽ നമുക്ക് ഗ്രഹിക്കുന്നതിനായിട്ട് സാധിക്കും. റഷ്യക്കടുത്ത് ടർക്കിയിലെ വാൻ തടാകത്തിൽ നിന്നുത്ഭവിച്ച് 2300 കിലോമീറ്റർ സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് യൂഫ്രട്ടീസ്. വാൻ തടാകത്തിൽ നിന്ന് ആരംഭിച്ച് 2300 കിലോമീറ്റർ സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് യൂഫ്രട്ടീസ്. അഴിമുഖത്തിന് 45 കിലോമീറ്റർ മുൻപ് വെച്ച് മറ്റൊരു നദി ഈ നദിയുമായി ചേരുന്നു. ആ നദിയുടെ പേര് ടൈഗ്രീസ് എന്നാണ്. അതിൻ്റെ ഉത്ഭവം പെട്ടകം ഉറച്ച അരാരാത്ത് പർവ്വതമാണ്. പെട്ടകമുറച്ച അരാരാത്ത് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് നദിയിൽ ചേരുന്നതിന്, കടലിൽ ചേരുന്നതിന് 45 കിലോമീറ്റർ മുൻപ് വെച്ച് ടൈഗ്രീസ് യൂഫ്രട്ടീസുമായിട്ട് ചേരും. അതുകൊണ്ടാണ് സാധാരണ പ്രയോഗം യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന് പറയും. യൂഫ്രട്ടീസ് ടൈഗ്രീസ് 2 നദികൾ. ഏതനൊക്കെ നിലനിന്നത് ഇവിടെയാണ്. ഏതിൽ നിന്ന് പുറപ്പെട്ട ഫ്രാത്ത് നദി ഉണ്ടല്ലോ, അതാ യൂഫ്രട്ടീസ് എന്ന് പറയുന്നത്.
ടൈഗ്രിസ് എന്ന് പറഞ്ഞ ഹിദ്ദേക്കൽ. മറ്റേ രണ്ട് നദികൾ നിങ്ങൾക്കറിയാം. അപ്പം ഏതൻ നിലനിന്ന സ്ഥലമായത്. ആദാമും ഹവ്വായും ഓടി നടന്ന സ്ഥലമാണ്. വൃക്ഷക്കനി പറിച്ചു തന്ന സ്ഥലമാണിത്. അങ്ങനെ രണ്ട് നദികളുടെ ഇടയ്ക്കുള്ള സമതലമാണ് ഇപ്പോൾ നാം പറഞ്ഞ സിനാർ എന്ന ഈ സ്ഥലം, സിനാർ ദേശം. ഇതിന് ബാബിലോൺ എന്ന് പേരിട്ടത് ആരാണെന്നറിയാമോ? ചരിത്രകാരനായിരിക്കുന്ന ഹെറോഡോട്ടസ്. ഇന്ത്യക്ക് ഇൻഡസ് എന്ന് പേരിട്ടതും ഹെറോഡോട്ടസാണ്. ചരിത്രകാരനായിരിക്കുന്ന ഹെറോഡോട്ടസാണ് ബാബിലോൺ എന്ന് ഈ പ്രദേശത്തിന് പേര് നൽകിയത്. ഇന്ത്യക്ക് സിൻഡസ് എന്ന പേര് നൽകിയതും അതുകൊണ്ടാണ് സിന്ധു, അത് കഴിഞ്ഞ് പിന്നെ അത് ഇന്ത്യയായി പരിണമിച്ചത്. ഹെറോഡോട്ടസാണ് ചരിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ ഒത്തിരി സംഭാവനകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇനിയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാനൊരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പറഞ്ഞു കൊണ്ടുവരികയാണ്. ബാബിലോൺ, ബാബേൽ, ബാബിലോണിയ, പിന്നെ മെസപ്പൊട്ടോമിയ, പിന്നെ സീനാർ ദേശം, ഇതെല്ലാം ഒന്നാണ്. നമുക്ക് പരിചയമുള്ള പദമാണ് ബാബിലോൺ അല്ലെങ്കിൽ ബാബേൽ. ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ എന്ന പദം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ മനോഹരമായ ഫലഭൂയിഷ്ഠമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. അത് ഉത്ഖനനം ചെയ്ത ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയ ആളുകൾ ഈ ബാബിലോണിയ പട്ടണത്തെക്കുറിച്ചുള്ള പഠനം ആർക്കിയോളജിസ്റ്റ് കുഴിച്ച് എന്നപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചു. നല്ല വീതിയിൽ കല്ല് പാകിയതായിരിക്കുന്ന പാതകൾ, നല്ല ഡ്രെയിനേജ് സിസ്റ്റം, പിന്നീട് ചക്രങ്ങൾ ഉപയോഗിച്ച് വണ്ടിയൊക്കെ, അതായത് രഥങ്ങളൊക്കെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന ആ സംസ്കാരം, ഇഷ്ടിക ഉണ്ടാക്കുന്ന വിദ്യ, പലതരത്തിലുള്ള വിദ്യകളും അന്നത്തെ ബാബിലോണ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഒത്തിരി വലിയ ഗോപുരങ്ങൾ, ഇതൊക്കെ അവർക്കവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലെ വളരെ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ഒരു വർഗം അവിടെ താമസിച്ചിരുന്നു. കൽദയ പട്ടണം ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തി ജീവിച്ചതായിരിക്കുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണമാണ് ശൂന്യവും സ്തംഭനഹേതുവുമായി തീർന്നത്. അവിടേക്കാണ് നമ്മുടെ ദാനിയേലിനെയും കൂട്ടരെയും ഒരു കാലത്ത് പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ പാർത്തതായിരിക്കുന്ന ദാനിയേൽ പട്ടണത്തിൻ്റെ ആ ബാബിലോണ്യ പട്ടണം നാമാവശേഷമായി അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. ഇന്നതെങ്ങനെയായിരിക്കുന്നു എന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നേരിട്ട് ആത്മനയനങ്ങൾ കൊണ്ട് പ്രസംഗിച്ച പ്രസംഗകനാണ് യെശയ്യാ പ്രവാചകൻ. അത് ഇന്ന് എങ്ങനെയായിരിക്കുമെന്ന് അവിടെ പോയിച്ചു വന്ന ആളുകൾ ഈ വാക്യം കൂടെ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ചായ ഇതങ്ങനെ തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ആക്ഷരികമായി നിറവേറുകയാണ്. അവിടെ എങ്ങും ഒരു മനുഷ്യവാസമില്ല. അവർ ഖനനം ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ പുരാതന എഴുത്ത് കണ്ടെത്തി. അതായത് കടലാസല്ല, കളിമൺ വളരെ കനം കുറച്ച് ഉണ്ടാക്കിയിട്ട്, സ്ലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു പ്രത്യേക തരം ആപ്പ് കൊണ്ടും നഖം കൊണ്ടും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ എഴുതപ്പെട്ടതായിരിക്കുന്ന ഒത്തിരി കൃതികൾ. എന്നിട്ട് അങ്ങനെ എഴുതിയിട്ട് അവ ചൂളയ്ക്കകത്ത് ചുട്ടെടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന് പറയുന്നത് ക്യൂണിഫോം ലിപികൾ എന്നാണ് പറയുന്നത്. ക്യൂണിഫോം ലിപികൾ ഇവരുടെ കാലത്താണ് കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ ഉന്നതമായ ഒരു സംസ്കാരം, ഞാനിത് പറയുന്നത് എന്തിനെന്നറിയാമോ? ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് പറിച്ച് നടപ്പെട്ടതായിരിക്കുന്ന ദാനിയേലിൻ്റെ ജീവിതത്തെ ഒരു തരത്തിലും ഈ സംസ്കാരം സ്വാധീനിച്ചില്ല എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഈ സംസ്കാരം ഉണ്ടായിരുന്ന സംസ്കാരത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്.
ഉന്നതമായിരിക്കുന്ന ഒരു സംസ്കാരം നിലനിന്നിരുന്നു. അതിനകത്ത് ആ എഴുത്തിൽ ഒത്തിരി അസ്ട്രോളജിയെക്കുറിച്ചുണ്ട്, സമുദ്രചരിത്രത്തെക്കുറിച്ചുണ്ട്, തന്ത്രവിദ്യകളെക്കുറിച്ചുണ്ട്. ഒരു കൂട്ടത്തിൽ മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? മന്ത്രതന്ത്രങ്ങളെക്കുറിച്ചുണ്ട്. ഈ മന്ത്രവാദികൾ, മജീഷ്യൻസൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളിന്നുവരെ ഒരു ഇൻട്രൊഡക്ഷനാണ്, നാനിയൽ പഠനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് പറയാനായിട്ട് ശ്രമിച്ചത്. ദൈവത്തിൻ്റെ ജനം ബാബിലോണിയ അടിമത്വത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ട് പോയി? ദൈവത്തെ മറന്നു. ദൈവത്തെ ജീവിതവൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തുടച്ചു മാറ്റി. ഈ അപകടം എക്കാലവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന കാലമത്രയും ദൈവം നമുക്ക് വെളിപ്പെടുത്തിപ്പെട്ട് തന്ന സത്യത്തോട് നീതി പുലർത്തി വിശ്വസ്തയോടെ നമ്മുടെ ജീവിതയാത്ര ഈ ലോകത്തിൽ തുടരുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. പോരാട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുന്നു. ലഭിച്ച ദൈവകൃപ അതുപോലെ കാത്തു സൂക്ഷിക്കാനാവാത്ത തരത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ ജനമെന്നാപ്പെട്ടിരിക്കുന്നത്. അവിടെ കൃപയാൽ നമുക്ക് പറയാൻ കഴിയണം, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും പതറുകയില്ല ഞാൻ, കുതറുകയില്ല ഞാൻ. ദൈവത്തോടൊത്ത് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ലോകത്തിൽ എൻ്റെ ആയുസ് മുഴുവനും ഞാൻ ചെലവഴിക്കുമെന്നുള്ള പ്രതിജ്ഞ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിച്ചു നെബൂഖദ്നേസർ വന്ന് യെരുശലേം കീഴടക്കാൻ വേണ്ടി 3 പ്രാവശ്യമാണ് അവരെ വന്ന് ആക്രമിച്ചത്. അതിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രഹിച്ചതായിരിക്കുന്ന വിഷയം ഇതൊരാമുഖമായി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോ വാക്യം വായിച്ച് ഗ്രഹിക്കാം. നിങ്ങൾ എന്നിട്ട് ഹോംവർക്കായിട്ട് ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഹോംവർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ള ഇതുമായിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഉണ്ട്. 1-ാം അധ്യായം വായിച്ചാൽ 17-18 വാക്യമാണ്. നോക്കി. അതാണ് വാക്യം. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഹോംവർക്കാണ്. വായിച്ചേ. മതി, ഇത്രയേ ഉള്ളൂ. ഹോംവർക്കാണ്. കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്താണ് അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുക. മതി.